അപ്പോൾ എല്ലാവർക്കും സുഖാണോ? ഇതിപ്പം ഇന്ന് ഈ ഒരു സുഖം. വെരി സുഖം. ന്യൂ ഇയർ സുഖാണല്ലോ. നമ്മളെല്ലാവരുടെയും വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം അല്ലെ. നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ഇതൊരു ഭയങ്കര എന്താ പറയാ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന വേദിയല്ലേ. അപ്പൊ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കുക. കുറെ പേരുണ്ട്. അപ്പം ന്യൂ ഇയർ ന്യൂ ബോഡി എന്താണ്? നമ്മളിപ്പം എല്ലാ പ്രാവശ്യവും അല്ലെ, നമ്മളെല്ലാവരും പുതിയ വർഷമൊക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് എടുക്കും കുറേ റെസൊല്യൂഷൻസ് എടുക്കും. ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് അത് കുറേ ഗോൾസ് സെറ്റ് ചെയ്യണം, അത് ചെയ്യണം. ചിലപ്പം നമ്മൾ എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു രീതിയിലുള്ള ഗോൾസ് ആയിരിക്കും. അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാര്യത്തിലാണ് മിക്കവാറും നമ്മൾ വണ്ണം കുറക്കണം എന്നൊക്കെ ഉള്ളതിന് ഒന്നെങ്കിൽ തിങ്കളാഴ്ച തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ 1-ാം തീയതി തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം 1-ാം തീയതി അല്ലെ, പുതിയ വർഷം. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ന്യൂ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുതിയ തുടക്കം അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കുക. ഓക്കെ. അപ്പോ നമ്മള് കുറേ കാര്യങ്ങൾ അല്ലെ, നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്തു തീർക്കാൻ. അതിനിടയിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ശരീരം നോക്കാൻ സമയം കിട്ടില്ല. പക്ഷെ ശരീരം നോക്കാതെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ലൊരു ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുക. കാരണം ഒരു പെർഫെക്റ്റ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇവിടെ നിങ്ങൾ ലിങ്ക് കോള് വരുന്നു, ഞാൻ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ. ഓക്കെ, ഇവിടെ എന്നെ അറിയാത്ത കുറേ പേരുണ്ട് അല്ലേ. അപ്പം ഞാൻ ആരാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അപ്പം ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അപ്പം എൻ്റെ പേര് ദിവിഷ. ഐ എം ദിവിഷ വിബീഷ്. ഐ എം എ റിവേഴ്സ് ലൈഫ് സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ്. I help people to reverse their lifestyle to achieve their health goals much faster and easier than they can ever imagine. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാളും ശ്രദ്ധ എനിക്കുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കി തരിക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പം 4 വർഷമായി ഈ ഒരു ഫാറ്റ് മെൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരുടെ ലൈഫിൽ നല്ല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റീസെന്റ് ആയിട്ട് നിങ്ങൾക്കറിയാം, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മളുണ്ട്. പക്ഷെ അത്രയും ആക്റ്റീവ് അല്ല. ഇനി അങ്ങോട്ട് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ലൈഫിൽ നമ്മൾ അതിലും കൂടെ ആക്റ്റീവ് ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവിതം റീചാർജ് ചെയ്യാന്നുള്ളത്. അപ്പം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അത് ലോഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കം ടു അപ്പം ഇതാണ് നമ്മുടെ ഹെൽത്ത് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊരു വെറും വാക്കല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ ശരീരം ഹെൽത്തി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി സെറ്റപ്പ്, അല്ലെങ്കിൽ നമ്മുടെ നൈബർ സെറ്റപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഹോൾ എൻ്റെ സോഷ്യൽ സെറ്റപ്പിൽ തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിരിക്കും. അവരെ നന്നായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ. ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? കാര്യങ്ങള് എല്ലാരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞ ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഡീലൊന്നും അല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ചെറിയ കാര്യം എന്താണ് എന്ന് നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നമുക്ക് ഇതിനെപ്പറ്റി എന്നെക്കാളും വിവരമുള്ള കുറെ ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ട് നമ്മളെ വണ്ണം കുറയാനോ അല്ലെ ഹെൽത്ത് ചലഞ്ചസ് മാറാനോ ചാൻസ് ഉണ്ടോ? ഇല്ല. പിന്നെ കുറേ കാര്യങ്ങൾ കേട്ടത് കൊണ്ട് കാര്യമുണ്ടോ? കുറേ ബുക്ക് വായിച്ച് കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ചു വെച്ചോണ്ട് നമ്മൾ ആരോഗ്യം ഹെൽത്തി ആവാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ അങ്ങനെ? നമ്മൾ ഇച്ചിരി ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ആക്ഷൻ നമ്മൾ എടുത്തിരിക്കണം.
കാരണം ഇത് മുഴുവൻ കണ്ട് നന്നായിട്ട് മോട്ടിവേഷൻ ഒക്കെ കിട്ടിയോ നാളെ മുതൽ ഞാനിത് വർക്കൗട്ട് പെട്ടെന്ന് ചെയ്യുന്ന കാര്യം ഒന്ന് ജിം മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കുറേ സാധനങ്ങൾ അങ്ങ് വാങ്ങിച്ചുണ്ടാക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 10 കിലോ കുറവ് ഇത് വാങ്ങിച്ചോളാം. അപ്പൊ അത് വാങ്ങിച്ചവിടെ വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? എന്നാ പിന്നെ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ നമ്മള്? ഇല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ള വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾ വണ്ണം കുറക്കണം എന്നൊരു തീരുമാനത്തിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വളരെ പെട്ടെന്ന് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം വെയിറ്റ് കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ അല്ലെങ്കിൽ തടിച്ചിട്ടോ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും, വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. നമ്മള് എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക, വേറൊരാളെ ആശ്രയിക്കാതെ നടക്കാൻ പറ്റുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ പറ്റുക, അതാണ് ഹെൽത്ത്. അല്ലേ? എഗ്രി ചെയ്യുന്നുണ്ട്? അതല്ലേ ഹെൽത്തി എന്ന് പറയുന്നത്? അല്ലാതെ മെലിഞ്ഞിരിക്കുന്നതോ തടിച്ചവരൊക്കെ പിന്നെ രോഗികളല്ലല്ലോ, മെലിഞ്ഞവരൊക്കെ ആരോഗ്യവാന്മാരും അല്ല. അത് എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലേ? അപ്പം എല്ലാ തടിയന്മാരും ഇതേ അസുഖക്കാരാന്നൊന്നും ആരും പറയുന്നത്. നമ്മളെക്കാട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കും ചിലപ്പം നല്ല വണ്ണമുള്ള ആൾക്കാർ. ഇതിലല്ല കാര്യം. നമ്മൾ എങ്ങനെ ഒരു ദിവസം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ഒരു ക്ഷീണമൊന്നും ഇല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബെഡിലോട്ട് പോയി കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റണം. അല്ലേ? അപ്പം അതിനുള്ള വഴി എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വെറും സ്വപ്നമായിട്ട് മാറിപ്പോകുന്നത്? ചില ആളല്ലേ ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട് കഴിഞ്ഞ വർഷം ന്യൂ ഇയർ റെസൊല്യൂഷൻ വെയിറ്റ് കുറക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഒരു 10 ദിവസം അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ആ വിഷമത്തിന് പിന്നെയും ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ണം വെച്ച ആള്. അങ്ങനെയും ചില ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എത്ര മാസം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? എവിടെയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്ലോപ്പ് ആയി പോകുന്ന ഒരു ഏരിയ? നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സംസാരിക്കാം കേട്ടോ. അപ്പം നമ്മൾ പലരും, നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും വണ്ണം കുറക്കുന്നുണ്ടാവുക. കാരണം അലമാരിയിൽ ഇങ്ങനെ മടക്കി വെച്ച കുറേ ഡ്രസ്സ് ഉണ്ട്. ഇതായിരിക്കും കൊടുക്കാൻ പറ്റുമോ? അതിനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ഇതങ്ങ് എടുത്തിടാൻ പറ്റുമോ? ഇല്ല. ഓരോ വർഷം കൂടുമ്പോൾ ഇതെങ്ങനെ ലൂസാക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അല്ലേ? ഇതെങ്ങനെ ഈ ഒരു പഴയ ഷേപ്പിലോട്ടേക്ക് ഈ ലൂസാക്കും തോറും നമ്മുടെ ബോഡി ഹെൽത്ത് ആണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. വേഗം ടൈലർ അടുത്ത് പോയിട്ട് ഇതൊന്നുകൂടെ വണ്ണം വലുതാക്കി തരുമോ, വലുതാക്കി തരുമോ, വലുതാക്കി തരുമോ എന്ന് നമ്മൾ പറയും. ആ ഓരോ വലുതാക്കുന്ന സമയത്തും നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ആരോഗ്യം അൺഹെൽത്തി ആയിട്ട് മാറുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അല്ലേ? ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമ്മൾ അലമാരയിൽ വെച്ചിരിക്കുന്ന അടിയിൽ വെച്ചിരിക്കുന്ന ആർക്കും കൊടുക്കാതെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കണം നമുക്ക് ഇടേണ്ട ഗോൾ വെക്കേണ്ടത് ഈ വരുന്ന ന്യൂ ഇയറിൽ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞത്? അതിന്റെ ആക്ഷൻ എടുക്കണം. എങ്ങനെ ആക്ഷൻ എടുക്കും? എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടുന്ന സ്റ്റെപ്പ് എടുക്കുക? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ ഹൈറ്റ് വ്യത്യാസമായിരിക്കും, വെയിറ്റ് വ്യത്യാസമായിരിക്കും, ലേഡീസ് ആയിരിക്കാം, ജെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വയസ്സ് വ്യത്യാസമായിരിക്കും. ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ റിക്വയർമെന്റ്സും വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അത് നമ്മൾ എഫക്ട് ചെയ്യാം. ഇതിപ്പോ ഒരു 20 വയസ്സുള്ള ആൾക്കുള്ള ഒരു ഹെൽത്തി ഫുഡും കാര്യങ്ങളും ആയിരിക്കില്ല ഒരു 60 ആൾക്കാർക്ക് ഫോളോ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു എന്താ പറയുക, ആണുങ്ങളുടെ ആ ഒരു ബിസി ഷെഡ്യൂൾ പോലെ ആയിരിക്കില്ല സ്ത്രീകൾക്ക്. കാരണം എന്താ, ജെന്റ്സ് ആകുമ്പോൾ കുറെ ആക്റ്റീവ് ആയിരിക്കും, ഫുൾ ഡേ പുറത്തൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലേഡീസ് ആണെങ്കിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ പ്രകാരം ഒരു 3 മണിക്കൂർ ചെയ്യേണ്ട വർക്കേ ഒരു ലേഡീസിന് ഉണ്ടാവും. പിന്നെ അത് നമ്മൾ മൊബൈലൊക്കെ നോക്കി ഉരുട്ടി 10 മണിക്കൂർ ആക്കുന്നതല്ലേ. അത്ര പണിയേ ഉണ്ടാവുള്ളൂ ഒരു വീട്ടിലുള്ള. കാരണം മെഷീൻസ് ആണ്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മിക്സി ഉണ്ട്, അല്ലേ? ഇപ്പം തറ തുടക്കാനും മെഷീൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് അപ്പം ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഗോളിലോട്ടേക്ക് സിമ്പിൾ ആയിട്ട് വരാൻ നോക്കാം. അപ്പൊ ഇനി അങ്ങോട്ട് ഈ ഒരു ന്യൂ ഇയറിന് ശേഷം നമുക്കിത് എന്താണ്, നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നടക്കുന്ന ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ. അല്ലേ? നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടത്തോടെ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഡയറ്റുകളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നത്? റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ അല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
പലപ്പോഴും ഫാഡ് ഡയറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം LCHF ആയാലും പാലിയോ ആയാലും അല്ലെ, എത്ര GM ഡയറ്റ്, കുറേ വെറൈറ്റി ഡയറ്റുകളുണ്ട്. ഇതൊക്കെ ആവുമ്പം നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം പ്രശ്നം വരും. എവിടെയാ പ്രശ്നം വരുന്നത്? ഇത് ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസ്, നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. നമുക്കൊരു ഫംഗ്ഷൻ അല്ലേ, നമ്മുടെ എല്ലാ ദിവസവും പരിപാടികളാണ് അല്ലേ. ഞാൻ എല്ലാരും ഒന്ന് കാണട്ടെ. എല്ലാരും കാണുന്നില്ലേ നോക്കട്ടെ. ഓക്കെ, എല്ലാ ദിവസവും നമുക്ക് പരിപാടികളാണ്. ഒന്നെങ്കിൽ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവും, അല്ലെ കല്യാണം ഉണ്ടാവും, അല്ലെ സൽക്കാരങ്ങൾ ഉണ്ടാവും, എന്തേലും പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ കടിച്ചു പിടിച്ച് ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അപ്പോഴാണ് വിഷയമാവുന്നത്. സോ ഇവിടെ ഇപ്പോ നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യത്തില് ഓഡിബിൾ കേൾക്കത്തില്ലേ നിങ്ങൾക്ക്? ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുക നോക്കാം. അപ്പം എൻ്റെ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ശരിയായ ഭക്ഷണം, ശരിയായ റെസ്റ്റ്, ശരിയായ രീതിയിലുള്ള എക്സസൈസ്, ഇത് ശരിക്കും നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടെ സന്തോഷത്തോടെ ചെയ്യുമ്പം നമുക്കല്ലേ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്രിയേറ്റർ തന്നൊരു ഗിഫ്റ്റ് ആണ് അല്ലേ. ശരിക്കും നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഇത് ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയതല്ലോ നമ്മുടെ ശരീരം അല്ലേ. നമുക്ക് കിട്ടിയ ഈ ഒരു ഗിഫ്റ്റ്, ഇത് നമുക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പോലെ എങ്ങനെയോ യൂസ് ചെയ്ത് എന്തൊക്കെയോ ഉള്ളിലേക്ക് കൊടുത്ത് അല്ലേ ഹാംഫുൾ ആക്കി മാറ്റുമ്പം എന്താ നഷ്ടപ്പെടുന്നത്? നമ്മുടെ ആ ഒരു പ്യൂരിറ്റിയും അല്ലേ, നമ്മുടെ ശരീരം തന്നെ നമുക്ക് പലപ്പോഴും അസുഖമായിട്ട് ഓരോ ഹോസ്പിറ്റലിന്റെ മുമ്പിലും മെഡിസിന്റെ ഉള്ളിലും അടിയറവ് വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒരു നല്ല മികച്ച ആരോഗ്യം? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം സിമ്പിൾ ആണ് കാര്യങ്ങൾ കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗ്രെയിൻസ് ഉണ്ടായിരിക്കണം, നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ്. പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, വെജിറ്റബിൾസ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം. ഈ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ പകുതി ഭാഗം ഫ്രൂട്ട്സും വെജിറ്റബിളും. അത് നമ്മൾ വിചാരിക്കേണ്ട ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രം കഴിച്ചിട്ട് ആർക്കെങ്കിലും ഹെൽത്തി ആവാൻ പറ്റുമോ? അത് നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ കൂട്ടത്തിൽ എന്തും ആവട്ടെ, നിങ്ങൾ ഇപ്പോൾ ഉച്ചക്കത്തെ ചോറിന്റെ ഒരു പ്ലേറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രെയിൻസ് ആയിട്ട് നമുക്ക് ചോറെടുക്കാം. പ്രോട്ടീൻ ആയിട്ട് മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ എന്തും, നമ്മൾ കടല, പയർ, ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കാം. എഗ്, ഇതൊക്കെ എടുക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിളും, നിങ്ങൾക്ക് സാമ്പാറാണ് വീട്ടിൽ വെച്ചെങ്കിൽ അതിൽ ഇഷ്ടംപോലെ വെജിറ്റബിൾ, വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് ഉണ്ടാവും, അതെടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉപ്പേരിയൊക്കെ യൂസ് ചെയ്യുന്നല്ലേ. ഇത് രണ്ടും ആ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ആ ഒരു സാലഡിന്റെ കോമ്പിനേഷനിൽ വന്നു. പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, നമ്മുടെ എല്ലാവരുടെ സ്ഥലത്തും ലോക്കലി കിട്ടുന്നതും സീസണൽ ഫ്രൂട്ടും ഒക്കെ ഉണ്ടാവും, അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതേപോലെ ഇതിൽ നിർബന്ധമായിട്ടും വേണ്ടതാണ് ഒരു ഡയറി പ്രോഡക്റ്റ്. അത് എന്തും ആവാം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോബയോട്ടിക്സ് കിട്ടുന്ന യോഗട്ട്, തൈര്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഒരു ഏരിയ കവർ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നല്ല മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് തന്നെ ബോഡിക്ക് വേണ്ടുന്ന ഈ ഒരു ഡൈജഷന്റെ പ്രോസസ് ഒക്കെ എളുപ്പമാക്കാൻ ഇത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എങ്ങനെ ഇതിപ്പം പറഞ്ഞു, ഇനിയിപ്പോ നാളെ എന്ത് കഴിക്കണമെന്ന് നമുക്ക് ഇന്ന് തന്നെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അന്നേരമുള്ള ഗുണം എന്താണെന്നറിയോ? അങ്ങനെ ഉണ്ടാവുമ്പം നമ്മൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവും. 1-2 ദിവസം ഈ പ്രശ്നം ഉണ്ടാവും കേട്ടോ. 3-ാമത്തെ ദിവസം മുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, നാളെ എന്ത് കഴിക്കും. നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുന്ന ഓരോ സാധനത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ നമുക്കതൊരു പാറ്റേൺ ആയിട്ട് മാറും. നമുക്ക് ആ ഒരു ജേർണിയിൽ ശരിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പലപ്പോഴും നിങ്ങൾക്ക് പറ്റിപ്പോകുന്നത്, നമുക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലെ കാര്യങ്ങൾ. നാളെ ഇന്നത് കഴിച്ചാൽ മതി കേട്ടോ. എന്നാ പിന്നെ ഈ ഒരു ചാർട്ടൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. ഇവിടെ ഇപ്പൊ ഫാറ്റ് മാറ്റേഴ്സിലുള്ള കുറച്ച് പേരുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഡയറ്റ് ചാർട്ട് കിട്ടുമ്പോൾ ഉപകാരം എന്താണ്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ജേർണി സ്റ്റാർട്ട് ചെയ്ത് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ഹലോ, കുറെ പുതിയ ആൾക്കാരാണല്ലേ. മാമിന് പറയാൻ പറ്റുമോ ഫരീദ മാം? ഒരു ഡയറ്റ് ചാർട്ട് കിട്ടുമ്പോഴും അല്ലെങ്കിലും റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? ആരോ സംസാരിക്കുന്നുണ്ട് അല്ലേ? സൗദത്ത്. സൗദത്തെ, പറഞ്ഞോളൂ.
അല്ലേ? ഡയറ്റ് ഒരു ദിവസം നേരത്തെ ചാർട്ട് കിട്ടുമ്പോൾ you have time to plan ahead. You can plan ahead, breakfast and lunch and tea, whatever. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ പ്ലാൻ അല്ല അല്ലെ. നമ്മളിപ്പോ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവരുടെ റിക്വയർമെന്റ്സ് മാറ്റായിരിക്കും. ഓരോ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇന്നതല്ല ശരിയാവുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കണം. കാരണം ചിലപ്പോൾ വെയിറ്റ് സ്റ്റക്ക് ആയി പോകുന്ന അവസ്ഥയുണ്ടാവും ചില ആൾക്കാർക്കൊക്കെ. ചില ആൾക്കാർക്ക് അലർജിക് ഇഷ്യൂസ് ഉള്ളതുണ്ടാവും. ഇതൊക്കെ വരുമ്പം എല്ലാ ആൾക്കാർക്കും ഒരേ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല അല്ലെ. ഒരാൾക്ക് വർക്ക് ചെയ്ത ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെ കണ്ടു, ആള് കഴിഞ്ഞ മാസം കണ്ടതിനേക്കാളും നല്ല ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോദിക്കും, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. നമ്മൾ ചോദിക്കും ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പം ആള് ഇന്നതാണ്, ഞാനിതാ ചില ആൾക്കാർ പറയും ഞാൻ സുംബ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഡയറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പറയും. അപ്പം ആള് പറഞ്ഞത് അത് അങ്ങനെ നമ്മൾ കോപ്പി അടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ചിലപ്പോൾ സ്യൂട്ട് ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് അത് സൂട്ട് ആയിരിക്കില്ല. ആളുടേത് മാഡ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കൺസിസ്റ്റന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു ഡയറ്റിന് നമ്മളങ്ങ് ബ്ലെയിം ചെയ്യുമോ ഇതുകൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തതാണെന്നൊന്നും പ്രശ്നം പറയില്ല, കൺസിസ്റ്റന്റ് അല്ലാത്തതാണെന്ന് പ്രശ്നം പറയില്ല. ആ ഡയറ്റ് അന്നത്തോടങ്ങ് നിർത്തും നമ്മൾ അല്ലേ. അത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ഇഷ്ടത്തോടെ ആയിരിക്കണം കഴിക്കുന്നത് അല്ലേ. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ പുട്ടും കടലയും ചോറും കറിയും ഇതൊക്കെയാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല കേട്ടോ. ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ നന്നായിട്ട് കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് ബോഡിയുടെ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഹോൾ ഡേക്കുള്ള എനർജി പോലും കിട്ടുള്ളൂ. സോ ഈ കഴിക്കുന്ന എന്ത് ഫുഡും ആവട്ടെ അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അറിഞ്ഞുകൊണ്ട്, നാളെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കാണ്, വയറുവേദനയായിട്ടാണ് നമ്മൾ പോയത്, അപ്പം മൂപ്പര് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം ഇന്നലെ ഇത് കഴിച്ചുകൊണ്ടാണെന്ന്. പലപ്പോഴും നമുക്കത് പറ്റൂല. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിച്ചതാണെങ്കിൽ നമുക്ക് എന്താണ് ഉള്ളിലേക്ക് പോയത് നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല അല്ലെ, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഈ ഒരു 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട്, അതായത് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ ഒന്ന് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ കുറെ എൻസൈംസ് ഉണ്ട്, ഇവർ ആക്റ്റീവ് ആവണം. എന്നിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എന്തിനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റിൽ നമുക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ അതിനെ കുറച്ച് സമയം നോക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങ് റെഡി ആയിട്ട് നിൽക്കും, ഈ എൻസൈംസ് ഒക്കെ. അതിനുശേഷം നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് വായിൽ എത്തുന്ന ഉടനെ തന്നെ ഇതൊക്കെ റെഡി ആയി നിന്നിട്ട് അത് ദഹിപ്പിക്കാനുള്ള പ്രോസസ്സ് നമ്മൾ വായിൽ ഇടുന്നതിന് മുന്നേ അവർ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും പെട്ടെന്ന് തന്നെ അത് ശരിക്ക് ദഹന പ്രക്രിയ എളുപ്പമാക്കിയിട്ട് നമ്മുടെ ബോഡി അത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചവക്കാതെ പെട്ടെന്ന് അങ്ങ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോർഡ് ഫാറ്റ് ആയിട്ട് നിൽക്കാനാണ് ഒരു 75% ചാൻസ് ഉള്ളൂ. നിങ്ങൾ എത്ര ഫുഡ് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ബിരിയാണി ഇഷ്ടമാണ്, നിങ്ങൾ ഒരു 2 പ്ലേറ്റ് ബിരിയാണി തിന്നാലും 10 പ്ലേറ്റ് ബിരിയാണി തിന്നാലും നമ്മുടെ ബോഡി എടുക്കുന്നത് അവരുടെ ആവശ്യത്തിനുള്ള 1/2 പ്ലേറ്റ് ബിരിയാണി ആയിരിക്കും. ബാക്കി മൊത്തം എന്താവുകയാണ്? സ്റ്റോർ ചെയ്ത ഫാറ്റ് ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോഡിയിൽ. ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ശരിക്കും ഈ ഒരു നമ്മൾ എടുക്കുന്ന, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ എടുക്കുന്ന പ്ലേറ്റ്, ഈ ഒരു പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് വിശപ്പ് മാറിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മളടുത്ത് കഴിച്ചു പോകും. എന്നാ പിന്നെ ഇത് ബാക്കിയല്ലേ, ഇത് അവിടെ വെക്കാലോ അല്ലെ, ഇത്രയല്ലേ ഉള്ളൂ, അങ്ങനെ മാറ്റി വെക്കുന്ന ഓരോന്നും കുറച്ചും കൂടെ ഇനിയിപ്പോ ഇത്ര മാത്രം എടുത്ത് മൂടി വെക്കണ്ടേ, അല്ലെ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കണ്ടേ വെച്ചിട്ട് അതും കൂടെ നമ്മൾ എവിടത്തേക്ക് കൊടുക്കും? നമ്മുടെ വയറിലോട്ട് കൊടുക്കും. ഇത് ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമുക്ക് തന്നെയല്ലേ. പിന്നെ 2 or 3 ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ പോയതാണെങ്കിൽ, ഇപ്പൊ ഡയറ്റിലാണ് നിങ്ങൾ വിചാരിച്ചോ, 2 or 3 ചോയ്സ് ഉണ്ട് നമുക്ക്. ഇതിൽ നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കാം, ശരിക്കും എനിക്കിത് വേണോന്ന്. അല്ലാതെ നമ്മൾ എവിടെന്നെങ്കിലും ഓഫർ ചെയ്യുന്ന ഫുഡ് എല്ലാം നമുക്ക് കഴിക്കാൻ ഡയറ്റിലുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഹെൽത്തി ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ചോയ്സ് നോക്കുക. ഇതല്ലെങ്കിൽ ഇത് കഴിച്ചുകൂടെ, അല്ലെ അതല്ലെങ്കിൽ ഇപ്പം ഒരു പ്ലേറ്റിൽ നമ്മളിപ്പോ ഒരു കല്യാണ വീട്ടിലാണ് പോയത്, അവിടെ ചോറുണ്ടാവും,
സാലഡ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാം കഴിക്കാം. ഇതിൽ നമ്മൾ കാർബ്സിന്റെ അളവാണ്, കാർബ്സ് എന്ന് പറഞ്ഞാൽ റൈസ് അതുപോലെ വരുന്ന ഐറ്റംസ്. അപ്പോൾ അതിന്റെ അളവാണ് നമ്മൾ കുറക്കേണ്ടത്. നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കനോ മീനോ ഡീപ് ഫ്രൈഡ് അല്ലാത്തതെല്ലാം കഴിക്കാം. അതിന്റെ കൂട്ടത്തിൽ അത്ര തന്നെ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ഇഷ്ടത്തോടെ കഴിക്കുക എന്നുള്ളതും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഭക്ഷണം എടുത്തു വെക്കുമ്പോഴത്തേക്ക് മൊബൈല് നമ്മൾ ഒന്നെങ്കിൽ ഒരു എന്താ പറയാ, നമ്മൾ ടേബിളിന്റെ അടുത്തേക്ക് മൊബൈൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഓവർ ഈറ്റിംഗ് നിർത്താൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴും നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന നമ്മുടെ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. എന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് ടിവിയോ എന്തെങ്കിലും വെച്ചാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് കഴിക്കുമ്പോൾ ഉള്ളിലോട്ട് പോകുന്നതിന്റെ അളവ് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്താണ് കഴിച്ചത്? ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് വാരി കൊടുത്തിട്ട് എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല നമ്മൾ ഇന്നത്തെ ദിവസം എന്താണ് ഞാൻ കഴിച്ചതെന്ന്. കാരണം കുട്ടികൾക്കെല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പം അവരുടെ ശരിക്ക് അവരുടെ ബ്രെയിനിന്റെ പ്രോസസ്സ് പോലും തകരാറിലാകുന്നത് ഈ ഒരു വഴിയാണ്. മൊബൈൽ കൊടുത്തിട്ടാണ് അമ്മമാര് ഫുഡും കൊണ്ടിരിക്കുന്നത്. വേഗം കഴിച്ചിട്ട് വേണം ഇവർക്ക് അടുത്ത പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം നമ്മൾ കൊടുക്കും. ശരിക്ക് ചെറിയ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ആ പ്ലേറ്റ് കാണിച്ച് അതിലുള്ള ഓരോ സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് കഴിക്കുമ്പം ഇവരുടെ ബോഡിയിലും മൈൻഡിലും പ്രോസസ്സ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നല്ല നല്ല കെമിക്കൽസ് ആക്റ്റീവ് ആവാനുണ്ട്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് അല്ലെ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മൊബൈൽ ഇല്ലാതെ കുട്ടിയൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതന്നെ ആലോചിക്കുന്നുണ്ടാവും. ഞാനൊരു 9 to 1 റൂൾസ് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒന്നാമത്തെ റൂള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9000, അതിപ്പം 9000 സ്റ്റെപ്സ് എ ഡേ എന്ന് പറയുന്നത്. 9000 സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്റ്റെപ്സ് നമ്മൾ വാക്ക് ചെയ്തിരിക്കണം ഒരു ദിവസം. കാരണം എന്താണെന്നറിയോ, നമ്മൾ അത് കഴിഞ്ഞ് അതായത് ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 hours ആണ്. ഈ ഒരു 24 hours 9000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സംബന്ധിച്ച് നമുക്ക് എവിടെ പോകണമെങ്കിലും നമ്മൾ നടന്നിട്ടല്ലേ പോവാ. പക്ഷെ ഇന്ന് ആ ഒരു അവസരമൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വാക്കിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് പോവും. ശരിക്ക് ഈ ഒരു പണ്ടത്തെ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെയാണ് നമ്മള് പണ്ടൊക്കെ 80 വയസ്സ് കഴിഞ്ഞാലാണ് കൊളസ്ട്രോളും ഡയബറ്റിക്കും ഒന്നും ഉണ്ടാവലേ ഇല്ല. അതൊന്നും നമ്മൾ പേര് കേട്ടില്ല. ആകെ കേൾക്കും പ്രഷറും ഷുഗറും. അതും നല്ല പ്രായമുള്ള ആൾക്ക് പ്രഷർ വന്നോ എന്ന് നമ്മൾ ചോദിക്കും വലിയൊരു അത്ഭുതത്തോടെ. ഇന്ന് അതല്ല സ്ഥിതി. 25 വയസ്സ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലേ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാരും പറയും ഒരു അഭിമാനത്തോടെ എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇതെല്ലാരും പറയുന്നതാണ്. ഇന്നത്തെ ലൈഫ് പാറ്റേണിന്റെ ഒരു രീതി കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അസുഖങ്ങളിൽ നമ്മളുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയോ ഇപ്പൊ പല പല കമ്പനീസിന്റെ ഫുഡിന്റെ ഒരു ടീമിന്റെ വർക്കിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് ക്രേവിംഗ് എക്സ്പേർട്സ് ആണ്. അതേപോലെ തന്നെ യൂട്യൂബേഴ്സിനും അതിന് നല്ലൊരു ചാൻസ് ഉണ്ട്. ഇവരാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ എൻഹാൻസ് ചെയ്തിട്ട് നമ്മളെ അങ്ങ് കൊതിപ്പിക്കും. പിന്നെ നമുക്കത് കഴിക്കേണ്ടി വരും അല്ലേ. അപ്പം ഈ ഒരു ടേസ്റ്റ് ബഡ്സിനെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു വളരെ ഇത് കഴിച്ചു കഴിഞ്ഞ് ചില ആൾക്കാരൊക്കെ ഈ ഒരു ഇന്നത്തെ കാലത്ത് കാണുന്നത് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയാ നല്ല ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിൾ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അവരൊന്നും അത്രയും നമ്മള് എന്താ പറയാ നമ്മളിപ്പോ ഫംഗ്ഷൻസിനൊക്കെ എത്ര ഫുഡുകളാണ് വേസ്റ്റ് ആക്കുന്നത് അല്ലേ. എല്ലാരും കേൾക്കുന്നില്ലേ പറയുന്നത്? ഓക്കെ ഓക്കെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ ധൈര്യം. വീഡിയോയില് വന്നില്ലെങ്കിലേ ഷീ വിൽ നോട്ട് ബി എൻകറേജ് ടു സ്പീക്ക്. ഇപ്പൊ അതെ, സത്യാണ്. അപ്പൊ ദിവിഷ ഒന്ന് ഓഫ് ചെയ്തിട്ട് വർത്താനം പറഞ്ഞു നോക്കിക്കോളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും അതിന്റെ ഫീലിംഗ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ ഈ 9th റൂളിൽ ഫസ്റ്റ് വരുന്നത് 9000 സ്റ്റെപ്സ് എ ഡേ എന്നാണ്. അപ്പൊ ഈ ഒരു 9000 സ്റ്റെപ്സ് നമ്മളെ കൊണ്ട് സിമ്പിൾ ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റും. എല്ലാരും പറയുന്നത് ഒന്നാമത്തെ കാര്യം സമയമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ വോക്ക് പോലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് റൊട്ടീന് നിങ്ങളെ റൂമിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പുറത്ത് തന്നെ പോകണമെന്നൊന്നുമില്ല. അത് അവിടെ നിന്ന് തന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മുതൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് എഴുന്നേറ്റ ഉടനെ നമ്മൾ സോറി ഓക്കെ നമ്മള് എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് മൊബൈൽ എടുക്കാൻ പോവല്ല ചെയ്യുക. അല്ലെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ ലൈറ്റ് വന്നാലേ ചില ആൾക്കാർക്ക് എണീക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് എടുക്കൂല എന്നുള്ള തീരുമാനം എടുക്കുക. ഈ വർഷത്തേക്ക് ഇനി 2 മാസമേ ഉള്ളൂ. അതാവുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആവണം. മനസ്സിലായോ? എന്നാലേ കാര്യമുള്ളൂ കേട്ടോ.
എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കുന്നത്, നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് നിങ്ങളൊരു വാക്കിംഗ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ബാക്കിയുള്ള തിരക്കുകൾ എന്തായാലും ഉണ്ടാവും. എല്ലാവരും തിരക്കുകൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതിനെക്കാട്ടും ഒരു 20 മിനിറ്റ് മുന്നേ നിങ്ങൾ എഴുന്നേക്കുക. ആ സമയം നിങ്ങളുടെ ടൈം ആക്കി മാറ്റണം. ആ എക്സ്ട്രാ കിട്ടുന്നത് ഒരു 24 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരത്തേക്ക് മാറ്റരുതെന്നാണ് ഞാൻ പറയാ. അത് രാവിലെ എടുക്കണം ആ ഒരു 20 മിനിറ്റ്. ആ ഒരു 20 മിനിറ്റ് നിങ്ങളുടെ എക്സസൈസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ ചേരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഫാന്റസി കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് വാക്ക് ചെയ്യുക റൂമിൽ തന്നെ. ഇനിയിപ്പം ഒരു യൂട്യൂബ് നെറ്റ്വർക്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മൂവ് ചെയ്യാലോ. ഫസ്റ്റ് നമ്മുടെ എല്ലാ ജോയിന്റ്സും മൂവ് ചെയ്യുക. അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയോ, മൂവ്മെന്റ് ഇല്ലാത്ത ഭാഗങ്ങൾ സ്റ്റിഫ് ആയി പോകും. അവിടെ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുറേ ജോലി ചെയ്യുന്ന അമ്മമാരാണെന്ന് വിചാരിക്കും ചില ആൾക്കാർ. പക്ഷെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തേയ്മാനേ ഉണ്ടാവും. കൈക്ക് ഇവിടെ കഴപ്പ്, വേദന, കഴുത്ത് വേദന ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ മൂവ്മെന്റ് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ നിങ്ങളുടെ ബോഡിയുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുമ്പോൾ എൻറ്റയർ ബോഡിയിലേക്ക് ബ്ലഡിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. താഴെ മുതൽ നമ്മുടെ കാൽപാദം മുതൽ മേലോട്ട് വരെയുള്ള ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് ആവുമ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവല് കറക്റ്റ് ആവും. അതേ കൂട്ടത്തിൽ നിങ്ങളുടെ ഹാർട്ടിന്റെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. ബ്രീത്തിങ് എൻഹാൻസ് ചെയ്യും. ഹാർട്ടിന്റെ പമ്പിങ് കറക്റ്റ് ആവും. ഈ ഒരു റൊട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഫാറ്റി ലിവറും ഹാർട്ട് ഡിസീസും വരുന്നത്. അതിന് ആകെ പറയുന്ന കാര്യം, നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൈ വീശി പുറത്തൂടെ നടക്കുക എന്നുള്ളതാണ്. കുറേ കിലോമീറ്ററുകളൊന്നും വേണ്ട. ഈ ഒരു 9000 സ്റ്റെപ്സും ഇല്ലെങ്കിലും മിനിമം നിങ്ങളൊരു 20 മിനിറ്റ്സ് കൈ വീശി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബോഡി ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. കുറേ കാലമൊന്നും വേണ്ട, വെറും 10 ഡേയ്സ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്ന റൂട്ടീൻ മാത്രം ആഡ് ചെയ്ത് നോക്കണം. എന്താണെന്നറിയോ, ഈ വാക്കിംഗ് ചെയ്യുമ്പം നമുക്കൊരു ക്ലാരിറ്റി വരാൻ തുടങ്ങും. നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ കുറെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറെ ചെറിയൊരു മാറ്റം, നമ്മൾ ഇന്നലത്തേനെക്കാട്ട് എനർജി കൂടിയ പോലെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇച്ചിരി ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. മനസ്സിലായോ? നിങ്ങൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവാൻ തുടങ്ങും നിങ്ങളുടെ ചിന്തകളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസ് അല്ലെങ്കിൽ നടത്തം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂടെയാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ എനർജിക്ക് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ബ്ലഡിന്റെ ഫ്ലോ, നിങ്ങൾക്ക് അവിടെ എവിടെയൊക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ തുടങ്ങും. കാരണം ഈ ബ്ലഡ് ശക്തിയിൽ പോവല്ലേ നിങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിന്റ്സിനൊക്കെ നമ്മൾ ബോഡീന്റെ ഒരു 70% വെള്ളമാണ്. അപ്പൊ നിങ്ങളുടെ ജോയിന്റ്സിന്റെ ഒക്കെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ് എന്നാ വേണ്ടത്? അതിന്റെ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ അല്ല, അതിന് പകരം വെള്ളമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് പോയിട്ട് അതിന്റെ ഒക്കെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേർപ്പിലൂടെ ഒക്കെയാണ് നമ്മുടെ ഫാറ്റ് ബേൺ ആവുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ ഓടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ വെയിറ്റ് കാലറി ബേൺ ചെയ്യുമ്പോൾ വെയിറ്റ് അങ്ങനെ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഈ വേർപ്പിലൂടെയാണ്. പിന്നെ നമ്മൾ റിക്കവറി നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്റെ സമയത്ത്. അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് റെഡ്യൂസ് ആവാൻ പോകുന്നില്ല. ഓക്കെ, അതെന്താണെന്നറിയോ? ഈ ഒരു ഉറക്കത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉറങ്ങുന്ന സമയത്ത് ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോയ 10:30 to 3 എന്ന് പറയുന്ന ഈ ഒരു ഹാർഡ് സ്ലീപ്പ് കിട്ടുന്ന ഒരു ഡാർക്ക് റൂമിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നടക്കും, റിക്കവറി നടക്കും. നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺ സിസ്റ്റംസിനെ ആക്റ്റീവായിട്ട് ഇവരൊക്കെ എല്ലാ കെമിക്കൽസും കൂടി നമ്മുടെ ബോഡിയിൽ വേണ്ടുന്ന റീസെറ്റ്. നമ്മുടെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു ആളുണ്ട്, നമ്മുടെ ബോഡിയിൽ ഒരു ജോലിക്കാരനുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന. ഇയാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടും. ഇയാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പര് കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ നാളെ കൊടുക്കുന്ന ഫുഡ് എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊന്നും ഇവർക്ക് മനസ്സിലാവും. തല കറങ്ങി അവിടെയും ഇവിടെ വീഴുമ്പോൾ മൂപ്പര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താ പറയാ ബ്ലഡിലോട്ട് എടുക്കേണ്ട സാധനം വേറെ എല്ലാ ഭാഗത്തിന്റെയും താളം തെറ്റിപ്പോവും. അങ്ങനെയാണ് പല അസുഖങ്ങളിലേക്കുള്ള വഴി വരുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്നതിൽ വൈറ്റമിൻസും മിനറൽസും വേണമെന്ന് നമുക്ക് എന്തായാലും അറിയാം. അതിൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കിട്ടുന്ന, അല്ലെ, നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയുടെ കാമ്പ്, കൂമ്പ്, അല്ലെ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും, ചേനയുടെ തണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. പക്ഷെ പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്കും അതിന്റെ ചോയ്സ് ഉണ്ട്, പക്ഷെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കാം. എന്നാലും നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞ റിയൽ ഹെൽത്ത് എന്ന് പറയുന്നതാണ്
നമ്മുടെ ആരോഗ്യമുള്ള നമ്മളാണ് നമ്മുടെ വെൽത്ത്. കാരണം നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടും നമ്മൾ അങ്ങനെയല്ലേ ഒരു വർത്താനം പറയില്ലേ, എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കത് ഡോക്ടറെ അടുത്ത് കൊണ്ടു കൊടുക്കാനേ നേരെ ഉണ്ടാവുള്ളൂ. അല്ലേ? ഇന്ന് നമ്മൾ എന്താണോ കഴിക്കുന്നത്, ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതാണ് നാളത്തെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും നമ്മൾ ഹാം ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നമ്മൾ വണ്ണം വെക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. എങ്ങനെ ഫൈറ്റ് ചെയ്യുക? ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ട് നിൽക്കുക. റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ഒരിക്കലും റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് വേണ്ടി അല്ലേ? നമ്മളൊരു ഹെൽത്തി ആവുന്നതിന്റെ ആവശ്യം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്തി ആവാൻ ശ്രമിക്കുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ആർക്ക് വേണ്ടിയിട്ടാണ് ഹെൽത്തി ആവാൻ നമ്മൾ ശ്രമിക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് തന്നെയല്ലേ എന്റെ റിസൾട്ട് ബെനിഫിറ്റ് കിട്ടുന്നത്? നിങ്ങൾക്ക് For myself and for my family. ഫാമിലി മാത്രമല്ല കേട്ടോ, നമ്മളെ ചുറ്റി Myself also. നമുക്കും ഫാമിലിക്കും പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും. നമ്മള് അല്ലേ? അല്ലാത്ത പക്ഷം ഈ ഒരു നമ്മൾ അൺഹെൽത്തി ആണെങ്കിൽ ആർക്കാ അതിന്റെ ഉപകാരം കിട്ടുന്നത്? കുറെ മരുന്ന് കമ്പനിക്കാർക്കായിരിക്കും, ഹോസ്പിറ്റൽസിനായിരിക്കും അതിന്റെ എല്ലാ ബെനിഫിറ്റും. നമ്മൾ അൺഹെൽത്തി ആകും തോറും അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങൾ ഏത് ഒരു പാറ്റേൺ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു ജേണി, നിങ്ങൾ ആ ഒരു അൾട്ടിമേറ്റ് ഹെൽത്ത് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം എനിക്ക് മാത്രമാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ ആ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹിപ്പോക്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. നമ്മൾ എവിടെയാണ്, ഏത് ലൊക്കാലിറ്റിയിലാണോ നമ്മൾ താമസിക്കുന്നത്, അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഫുഡിന്റെ നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളിൽ നിന്നും നമുക്ക് ചുറ്റുപാടിൽ നിന്നും നമ്മുടെ അരിയത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ കേരളക്കാരെ കൊണ്ട് സംബന്ധിച്ച് നമുക്ക് തേങ്ങ കഴിക്കാം, നമ്മൾ ഒലീവ് ഓയിലിന് വേണ്ടി നോക്കി നടക്കണ്ട, നമുക്ക് ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ്. അതേപോലെ തന്നെ ചെറിയ മീനുകൾ ഉണ്ടാവും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വാഴ ഉണ്ടാവും അല്ലെ, വാഴപ്പഴം കിട്ടുന്നുണ്ടാവും, പപ്പായ കിട്ടുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് കണക്കായ ഏത് ഫ്രൂട്ടാണോ അവൈലബിൾ ആയിട്ടുള്ള അത് നമ്മൾ ഉൾപ്പെടുത്തുക. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാൽ മാങ്ങക്കാലാണ്, മാങ്ങ നല്ല ശരീരത്തിന് നല്ല വെച്ചിട്ട് വെറും മാങ്ങ തന്നെ 4 നേരം അടിച്ചു കയറ്റി എന്ത് പറ്റും? ഡയബറ്റിക് ആവും. കാരണം ഹെൽത്തി ആണെന്ന് വെച്ചാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം. കാരണം എന്താണെന്ന് പറയുക, കൂടുതലായിട്ട് എത്തുമ്പോഴത്തേക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഏതൊരു ഫ്രൂട്ട് ആയാലും വെജിറ്റബിൾ ആയാലും അതിൽ വൈറ്റമിൻസ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നതല്ലേ. അതിന്റെ അളവ് കൂടിപ്പോയാൽ ഉള്ളിലോട്ട് കുറേ അളവിൽ, ഇപ്പം നിങ്ങൾ ചെറുനാരങ്ങ തന്നെ കുറച്ചധികം കഴിച്ചാൽ നമുക്ക് പിറ്റേന്ന് രാവിലെ തന്നെ തുടങ്ങും ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു പുകച്ചല് പോലെ. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറേ ദിവസം ഈ മാമ്പഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷുഗറിന്റെ രോഗികൾ കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവര് മാങ്ങ നല്ലതാണ്, ബ്ലഡ് വെക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ബ്ലഡ് ഉണ്ടാവും. ഇത് നമ്മൾ പിന്നെ കയറ്റി കഴിഞ്ഞാൽ എന്താവും? ഇതിന്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് ഇതിന്റെ കൺസിസ്റ്റൻസി അങ്ങ് മാറിപ്പോവും. അത് വേറെ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം നിങ്ങൾ കഴിക്കുന്ന എന്ത് ഫുഡും ആട്ടെ, ഇപ്പൊ നമ്മളെ വീട്ടിൽ കുറേ ചീര ഉണ്ടെന്ന് വിചാരിച്ചോ, എല്ലാ ദിവസവും നമ്മൾ ചീര തന്നെയാണ് കഴിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് വെച്ചിട്ടാണെങ്കിൽ നല്ലതാണോ ചീര? അല്ല അല്ലെ? അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണോ നമ്മൾ എടുക്കുന്നത് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ചോറ്, കറി, ഉപ്പേരി, തൈര്, ഈ ഒരു കാറ്റഗറിയിൽ. അതിന്റെ കൂട്ടത്തിൽ എപ്പോഴും നിങ്ങൾ മറക്കരുത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ പേര് പറയുമ്പോൾ എല്ലാവർക്കും തോന്നും വെള്ളം എന്നാണോ വരിക. അപ്പം ഈ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, ഞാൻ നേരത്തെ കുറെ 91 പ്രിൻസിപ്പിൾ പറയാമെന്ന് പറഞ്ഞായിരുന്നു, അതിനിടയിൽ അങ്ങ് ടച്ച് വിട്ടുപോയി അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഒരു 6 മിനിറ്റ് നമ്മൾ നമ്മുടെ ബ്രീത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു ബ്രീത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഈ ഒരു ബ്രീത്ത് 1 മിനിറ്റ് നിന്ന് പോയാൽ നമ്മളല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പോലെ നിൽക്കാതെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ബ്രീത്ത് 1 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പേര് വിളിക്കുവോ? നമ്മളെ ബോഡിയിൽ നിന്നല്ലേ വിളിക്കുള്ളൂ. അപ്പം ആ ബ്രീത്തിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം, അതിനെ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കണം. അത് ഏറ്റവും നല്ല സമയം നിങ്ങൾ രാവിലെ ഈ എഴുന്നേറ്റിട്ട് മൊബൈൽ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ബെഡിൽ തന്നെ അങ്ങ് ഇരുന്നിട്ട് ജസ്റ്റ് ആ ബ്രീത്തിന്റെ
ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിന് താങ്ക്ഫുൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. കാരണം എന്താണെന്നറിയോ, ഇത് വേറെ സയൻസോ കാര്യമോ ഒന്നുമല്ല. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമ്മുടെ ബ്രീത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പം രാവിലെ ശരിക്ക് ആ ഒരു സ്റ്റേറ്റിൽ നമ്മളിങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ടാവാം. അവിടെ നിന്ന് നമ്മൾ എണീച്ച് വരുമ്പോൾ ഈ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആകുമ്പോൾ നമ്മൾ ശരിക്ക് കാംനെസ് എന്ന് പറയും, ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് കണ്ണ് തുറക്കുന്ന സമയത്തേക്ക് ആ ഒരു ബ്രീത്തിന്റെ ഫ്ലോ, നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം മെഡിസിൻ ആയിട്ടാണ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ കണ്ണ് തുറന്ന ഉടനെ വെള്ളം കുടിക്കാനും പാടില്ല കേട്ടോ. നമ്മൾ ആ ഒരു ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്, കുറെ ആൽക്കനയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും നല്ലൊരു റെജീം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ ബെഡിൽ തന്നെ അങ്ങ് ഇരിക്കുക, ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ ശരിക്ക് ബെഡിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നിലത്തോട്ടൊന്ന് കൈ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതെന്തിനാണെന്നറിയോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്ലഡ് മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് ഞാൻ പറയും, നിങ്ങളൊരു ഹെൽത്തി റൊട്ടീൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ഡിന്നർ കഴിഞ്ഞിരിക്കണം. കാരണം മിനിമം ആണേ പറയുന്നത്, മിനിമം 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബെഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. നമ്മുടെ ബോഡിക്ക് വലിയ ഹെവി വർക്ക് ഒന്നും കൊടുത്തേക്കരുത്. കാരണം ഇവര് ഈ ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇന്നത്തെ ഫുൾ ഡേ കഴിച്ച ഫുഡിന്റെ ന്യൂട്രിയൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതൊക്കെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുള്ളൂ. അപ്പം നമ്മൾ ഈ ലേറ്റ് ആയിട്ട് 9:30 ഫുഡ് കഴിച്ച് 10 മണിക്ക് കറക്റ്റ് ഉറങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഒരാളുടെ ബോഡി എന്തായിരിക്കും അവസ്ഥ? ഇവര് ജസ്റ്റ് കിടക്കുന്നേ ഉണ്ടാവുള്ളൂ. ഇത് രാവിലെ വരെ വയറ്റിൽ അങ്ങനെ കിടക്കും. ഇവരുടെ ആക്ടിവിറ്റീസ്, ബോഡി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി നടക്കില്ല. ഇവർ ലേസി ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ മൊത്തം ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവിടെ കിടക്കും, വർക്കൊന്നും നടക്കൂല. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഷും ചെയ്ത് വന്ന് പിന്നെയും ഫുഡ് അടിക്കും. ഇന്നലത്തെ ഫുഡ് ഓൾറെഡി അവിടെ കിടക്കുവാണ് തേക്കാട്, അതിന്റെ പുറമെ രാവിലത്തെ ഫുഡും കിട്ടി. അടിപൊളിയായില്ലേ? അതാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ നടക്കുന്നത്. പക്ഷെ അത് നമുക്ക് അറിയില്ല അല്ലെ? പലപ്പോഴും അറിയാത്തതായിരിക്കാം. പക്ഷെ പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കറണ്ട് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നേരത്തെ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തിട്ട് മുറ്റത്തൂടെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് രാത്രി ലേറ്റ് ആയിട്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു സിസ്റ്റം ഇല്ലെങ്കിലും മിനിമം ഒരു 8:30-ക്കെങ്കിലും നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഒരു എക്സസൈസ് മെത്തേഡ് നമ്മളത് ഫോളോ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനർ ബേസ് ലെവലിൽ നിങ്ങൾ മൂവ്മെന്റ്സ് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ്, യോഗ പോലത്തതോ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഉള്ളതോ സുംബ പോലത്തെയോ ഇന്റൻസിറ്റി കുറഞ്ഞതോ അല്ലെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന്റെ പുറമെയാണ് ഈ വാക്കിംഗ് 20 മിനിറ്റ്സ് വേണ്ടത്. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സിനൊക്കെ മൂവ്മെന്റ്സ് കിട്ടും. അപ്പൊ നമ്മുടെ ഈ മുട്ടുവേദന, കൈവേദന, കാലുവേദന, ബാക്ക് പെയിൻ അവിടെയൊക്കെ കിടക്കുന്ന കുറച്ച് എന്താ പറയാ നീര് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ടാവല്ലോ, ഇതൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ തന്നെ വേണം കേട്ടോ. അതായത് ഈ നേരത്തെ ഒന്നും കൂടെ റിമൈൻഡർ ആയിട്ട് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ വരണം. അതേപോലെ തന്നെ ഉറക്കം പ്രോപ്പർ ആയിരിക്കണം. ഫുഡ്, നിങ്ങൾ ഫുഡിൽ 2 വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എക്സസൈസ് മെത്തേഡും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് 3-ാമത്തെ ദിവസം മുതൽ കിട്ടി തുടങ്ങും. ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? നമുക്ക് ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്തേ, ചാറ്റ് ബോക്സ് ഒക്കെ മിണ്ടാതിരിക്കുവാണല്ലോ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹെൽത്ത് ഗോൾസ് അല്ലേ? പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും ഇത് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, എന്താ പറയാ, നമ്മൾ ഹെൽത്തി ആയിട്ട് മാറുക എന്നുള്ളത്. ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്യുന്ന കാര്യമാണ്. ഒരു 20 മിനിറ്റ് നമുക്ക് 24 hours എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും. നമുക്ക് കിട്ടും. അത് നമ്മുടെ വാക്കിങ്ങിനായിട്ടോ എക്സസൈസിന്, അത് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? അത് കഷ്ടമുള്ള കാര്യമാണോ? ഈസി ആണോ? സിമ്പിൾ ആണോ? നമുക്ക് എടുക്കാൻ പറ്റൂലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാൻ പറ്റും. ഈ വെള്ളം കുടിക്കുന്ന കാര്യം, വെള്ളം ദൈവം സഹായിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ. വെള്ളം നമുക്കൊരു റുട്ടീന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യാം. ഒരാൾക്ക് ഒരു ദിവസം ശരിക്ക് നോർമൽ
ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് മിനിമം 2.5 ലിറ്റേഴ്സ് വെള്ളം വേണമെന്ന് പറയാം. എന്നാലും അത്രയും കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ 8 ഗ്ലാസ് എങ്കിലും കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു 4 ഗ്ലാസ് എങ്കിലും ആക്കിയിട്ട് കൂട്ടുക. കാരണം അത് നിങ്ങൾ ഈ ഒരു നടത്തമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വെള്ളക്കുടിയുടെ അളവ് മെല്ലെ മെല്ലെ കൂടി വരും. നിങ്ങളുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ ഹെയർ ഫോൾ ഒക്കെ കുറഞ്ഞു തുടങ്ങും, നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെയോ വ്യത്യാസം എല്ലാവരും പറയും എന്തോ മാറ്റമുണ്ട്, എന്താണെന്ന് അറിയില്ല. ആ ഒരു മാറ്റം വന്നു തുടങ്ങും ഈ വെള്ളം മാത്രം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിലുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു വഴി, അതായത് നേരത്തെ പറഞ്ഞ ഹാർഡ് വേ ഉണ്ട്, ഈസി വേ ഉണ്ട്. ഈസി വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊരു ഗൈഡൻസിന്റെ കൂടെ പോവാണ്, ഒരു മെന്ററിങ്ങിന്റെ കൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ടാവും, കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തരും, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ആളുണ്ടാവും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാറ്റ് മെൽറ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രോഗ്രാം വരുന്നത് ഫാറ്റ് മെൽറ്റേഴ്സിന്റെ 30 days വെയിറ്റ് ലോസ് ചലഞ്ച് ആണ്. ഇപ്പൊ ന്യൂ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി വരുന്ന ഒരു പ്രോഗ്രാം വരുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ 30 days ആണ് നമ്മുടെ ഒരു പ്രോഗ്രാം. അതിന്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റത്തെ 3 ദിവസം സൂം ക്ലാസ് ആയിരിക്കും. day 1, day 2, day 3 എന്ന് പറഞ്ഞാൽ 1 hour ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിപ്പയർ ആക്കിയതിന് ശേഷം ഒന്നാമത്തെ ദിവസം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യും എന്താണ് എന്നുള്ളത്. കാരണം നമ്മൾ എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ വർഷവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത്. ഒരു സൈക്കിളായിട്ട് വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഹെൽത്തി റൊട്ടീന്, ലൈഫ് സ്റ്റൈൽ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചെടുത്തിരിക്കണം. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഫോം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ഗൈഡൻസും കാര്യങ്ങളും, ക്രേവിങ്സ് ആയിരിക്കും ചില ആളുടെ പ്രശ്നങ്ങൾ, അതിന് കണക്കായിട്ട് നോക്കിയിട്ട് അത് ചെയ്തു തരും. പിന്നെ നമ്മൾ വാട്ടർ ട്രാക്കിങ്, അങ്ങനെ നമ്മൾ ശരിക്ക് ഓരോ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുടെ ഒരു ഹോൾസെയിൽ ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഡീറ്റോക്സിന്റെ ശരിക്കും ഒരു റെജീം തന്നെയാണ് കൊണ്ടുവരുന്നത് ഇനി വരുന്ന പ്രോഗ്രാമിൽ. അത് ശരിക്കും ഡീറ്റോക്സിങ്ങിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അല്ലെ, നമുക്ക് അറിയില്ല, പണ്ട് മുതലേ നമ്മൾ ശീലിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്, എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം അത് ഒരു പ്രോപ്പറായിട്ട് ഗൈഡൻസിലൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജഷൻ ആയാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയാലും ഇതൊക്കെ കൂടാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിന്നിൽ അതിന്റെ ഡിഫറൻസ് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ നിങ്ങളുടെ എനർജി ലെവൽ കൂടുന്നത് മനസ്സിലാവും. നിങ്ങളുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് ചിലപ്പോൾ മുഖത്തൊക്കെയുള്ള ബ്ലമിഷസും കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ അസുഖങ്ങൾ, അലർജി ഇഷ്യൂസ്, അതൊക്കെ മാറുന്നത് ഡീറ്റോക്സിങ്ങിൽ തന്നെ നമുക്ക് മാറ്റം കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചെറിയ അലർജിക് ഇഷ്യൂസ് ഒക്കെ മാറാൻ, നമുക്ക് പല അസുഖങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഫുഡിന്റെ സെൻസിറ്റിവിറ്റിയോ കാര്യങ്ങളോ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഈ ഒരു ഡീറ്റോക്സിങ് ഫേസ് ഉണ്ട്, ഒരു 5 days, അതിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത് ശരിക്ക് നമുക്ക് ഈ ഒരു ജേർണി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ പറഞ്ഞു തരാനില്ല എന്നുള്ളതാണ്. കാരണം 1 or 2 ദിവസം ചെയ്ത് 4ാമത്തെ ദിവസം നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവം അങ്ങ് പോകും. അത് നിർത്തി കേട്ടോ, മോട്ടിവേഷൻ ഇല്ലായിരുന്നു എന്ന് പറയും. ഈ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ആരും ഫീഡ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കുറച്ച് ദിവസത്തേക്ക്, ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഗൈഡൻസ് തരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ സ്റ്റിക്ക് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉള്ളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എന്താണ്? ആ റിസൾട്ട് ആണ്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ റിസൾട്ട് ആണ് നിങ്ങളെ മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യുക പിന്നീടുള്ള ദിവസങ്ങളിൽ. അപ്പൊ ഇവിടെ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് നിങ്ങളുടെ കോച്ചായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും. അത് വളരെ സിമ്പിളും നിങ്ങളുടെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും. വളരെ ഈസിലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് പറയുന്നത് നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്താ പറയാ, ശരിക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിത്തിൻ 2 weeks, 1 week ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. പിന്നെ നിങ്ങൾക്ക് അല്ലെ, നമുക്കറിയാം നമ്മുടെ മീലിന്റെ ഓപ്ഷൻസ്, അതിന്റെ ക്വാണ്ടിറ്റീസ്, കലോറീസ്, ന്യൂട്രീഷൻ ഡീറ്റെയിൽസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇതൊരു കോഴ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും, അതായത് PCOD, ഡയബറ്റിക്കോ, തൈറോയിഡോ, BP, പ്രഗ്നൻസിയോ, എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഫാറ്റി ലിവർ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെന്താ, നമുക്ക് എല്ലാ വീക്കിലും ഒരു വീക്ക്ലി കൺസൾട്ടേഷൻ ഉണ്ടാവും. അത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ. പിന്നെ ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവും. പിന്നെ നമുക്കൊരു എന്താ പറയാ,
ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങളെ ഗൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ 4 ഡയറ്റ് ചാർട്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്. കാരണം നമുക്ക് ഓരോ വീക്കിലും നമ്മൾ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓരോ ചേഞ്ചസ് വരുന്നതിന് കണക്കായിട്ട് പ്രോഗ്രഷൻ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇനി വരുന്നത് രീതികളൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസസ് ഉണ്ടാവും അതിനുള്ളിൽ. ഗസ്റ്റ് സ്പീക്കേഴ്സ് ഉണ്ടാവും, കുറെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയിപ്പോ കുറേ ഡൗട്ട്സ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സ്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? അതൊക്കെ ചോദിച്ചോളൂ. കാരണം ഞാൻ മാത്രമാണ് ഇത്ര നേരം റേഡിയോ സംസാരിക്കുന്ന പോലെ സംസാരിച്ചത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കൂ. അതിനല്ലേ നിങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ഓക്കെ? ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതായിരിക്കും അല്ലേ? മാം ചോദിക്കാൻ പറ്റുമോ? സൗണ്ട് ഓ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. അജ്മൽ അല്ലേ? താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ അജ്മൽ. ഓക്കെ, ഞാന് പിന്നെ ഇതുപോലെ 1 ഇയർ മുമ്പ് 25 കിലോ കുറച്ചതാണ്. റൈസും ഷുഗറും ഒഴിവാക്കിയിട്ട് ജിമ്മിനും ചേർന്നു. ആ പിന്നെ അത് അതൊന്ന് കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അതൊന്ന് ചെറിയ ചേഞ്ച് വന്നപ്പോഴത്തേക്ക് തിരിച്ച് അതേ 20 കിലോ തിരിച്ചു വന്നു. അത് വെച്ചാൽ വൈഫ് ഗൾഫിലെ കൂടെ വന്ന് ആ ഫുഡിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ നമ്മൾ ചേർന്നിട്ട് എനിക്ക് ഒരു ഡൗട്ട്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ തേടി പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ കോഴ്സ് കണ്ടത്. ഇന്നലെ പറഞ്ഞല്ലോ, ഇത് നമ്മൾക്ക് ഈ അളവ് തന്നെ കണ്ടിന്യൂ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോകുമോ? ഇനി അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റുമോ? കുറച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മളെ ഞാൻ പറയാം. നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വെയിറ്റ് കൂടുന്നെന്ന് പറഞ്ഞില്ല, അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇപ്പം ഡയറ്റ് ചെയ്യുമ്പം ഇപ്പൊ ചോറായാലും ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ എടുത്തു മാറ്റുമ്പം നിങ്ങൾ ഇനി എപ്പോഴാണോ അത് കഴിക്കുന്നത്, നമ്മുടെ ബോഡി അങ്ങ് പേടിച്ചു പോകും. ഇവർ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഉള്ളിലുള്ള പണിക്കാർ. മൂപ്പരെന്ത് ചെയ്യും? നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ഒഴിവാക്കിയ സാധനം കഴിക്കുന്നത് അത് ഫോക്കസ് ചെയ്ത്, നിങ്ങൾക്ക് അതിന് ക്രേവിങ് എക്സ്പേർട്ടിന്റെ ഉള്ളിലുണ്ട്. മൂപ്പര് ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കും. പിന്നെയും പിന്നെയും നിങ്ങളെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി തോന്നിക്കുക. നമ്മളെ ആദ്യത്തേനൊക്കെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇരട്ടി നമ്മൾ അറിയാതെ നമ്മുടെ അടുത്ത് കഴിച്ചു. നമുക്ക് റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്നത്. അതൊക്കെ അവർ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ വെക്കും. എന്തിനാ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഈ പണി എടുത്തു കഴിഞ്ഞാൽ ഇവർ കഷ്ടപ്പെടരുതല്ലോ അതിനു വേണ്ടി. സോ അങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1 മാസമോ 2 മാസമോ അല്ല, നിങ്ങൾ ഒരു ലൈഫ് പാറ്റേൺ, നിങ്ങൾ ഒരു ഗോൾ വെയിറ്റ് അച്ചീവ് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു മാസം ഈ പറയുന്ന ഒരു 30 ഡേയ്സ് നിങ്ങൾ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എന്താ പറയാ വയറിന്റെ ശരിക്കും നമ്മൾ തന്നെ നാളെന്നല്ല പറയും, ശരിക്കും ചുരുങ്ങും. അതിന്റെ നമുക്ക് അത്രേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഒരു ലാസ്റ്റ് മന്തിലുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ഫസ്റ്റ് കഴിച്ച ഫുഡ് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിക്കാതിരിക്കാൻ തോന്നുന്നുണ്ട്, കഴിക്കാൻ പറ്റാതാവുന്നുണ്ട്? കുറെ പുതിയ ആൾക്കാരുണ്ട് അല്ലെ? എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ശരിക്കും നമുക്ക് ആ ഒരു വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത്. കാരണം ആ ഒരു റൊട്ടീനിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് പിന്നെയും ഈ എടുക്കുന്ന സമയം, ഡയറ്റ് എടുക്കുന്ന സമയം മാത്രമേ, ഈ ഒരു 30 ഡേയ്സ് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് കുറെ വെയിറ്റ് കുറക്കാനുണ്ടെങ്കിൽ അതേപോലെ തന്നെ 3 മന്ത്സ് ആണ് മിനിമം. 3 മന്ത്സ് ആണ് ഒരു ജേർണി ശരിക്കും നമ്മുടെ ബോഡി ഹാബിറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയം. ഈ സമയത്ത് നിങ്ങൾ ചീറ്റിംഗ് ചെയ്താൽ പിന്നെയും അത് ബാക്ക് ടു നോർമൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഔട്ടിങ്ങിനോ കാര്യങ്ങളൊക്കെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ പോർഷനും സൈസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പറ്റും. ഓക്കെ, ഫുഡിന്റെ ഒപ്പം വെള്ളം കഴിക്കാൻ പറ്റുമോ? അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ? ഫുഡിന്റെ ഒപ്പം എന്താണ് ഫുഡിന്റെ ഒപ്പം വെള്ളം കഴിക്കേണ്ടതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങളിപ്പം ഒരു ഹെൽത്തി വേ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി വെള്ളം കുടിക്കുന്ന ആ ഒരു പാരാമീറ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കുന്ന അധികമായിരിക്കും. അപ്പൊ ഫുഡിന്റെ ഒപ്പം കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡിന്റെ അളവ് ഒന്ന് കുറഞ്ഞു പോകും. മനസ്സിലായോ? നിങ്ങൾക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസിന്റെ അളവും ആ കിട്ടുന്നത് അതിന്റെ അരമണിക്കൂർ മുന്നെയോ അതിന്റെ അരമണിക്കൂർ ശേഷമോ ആണ് കഴിക്കുന്നത് നല്ലത്, ബോഡിയിലേക്ക് ആ വേണ്ടുന്ന ക്വാണ്ടിറ്റിയുള്ള ഭക്ഷണം എത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഏറ്റവും നല്ലത് രാവിലത്തെ സമയത്ത് വെള്ളം മനസ്സിലായോ? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഫുഡിന്റെ കൂടെ നിങ്ങൾ ചായയും കാപ്പിയും പോലത്തെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, അതും ഒഴിവാക്കണം. എന്താണെന്നറിയോ? നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യില്ല. അതിന്റെ അരമണിക്കൂർ മുന്നെയോ ശേഷമോ കഴിക്കുക. മാക്സിമം കഫെയിൻ അടങ്ങിയത് കുറക്കാൻ ശ്രദ്ധിക്കുക. അതിന് പകരം നിങ്ങൾക്ക്
ഇപ്പൊ വണ്ണം കുറയ്ക്കുന്നതാണ് നിങ്ങൾ ഗോൾ ഇട്ടേന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒഴിവാക്കേണ്ടത് ഈ ഷുഗർ ആണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മളെ ട്രിഗർ ചെയ്യുന്ന നമ്മുടെ ഫുഡിന്റെ ഓൾറെഡി ഉള്ള ഫാറ്റിന്റെ അളവ് കൂട്ടാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എത്തുന്ന ഓരോ സ്പൂൺ ഷുഗറും അത് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, വേറെ എന്തേലും? No. Lemon rose acidity. What is ഹായ്, detox then? ഹലോ, പറഞ്ഞോളൂ. ഞാൻ എത്തിബാണ്. പറഞ്ഞോ. ഇപ്പൊ 2 മാസമായി ഫാറ്റ് മൾട്ടേഴ്സിന്റെ കൂടെ. ഞാൻ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ മറ്റേ റൈസിന്റെയും ഷുഗറിന്റെയും കാര്യം. അത് മുന്നേ ഞാൻ ഇതേമാതിരി ചെയ്തിട്ട് പിന്നെ അത് ഒഴിവായി. പിന്നെ നമുക്ക് കഴിക്കാൻ തുടങ്ങുമ്പോ വീണ്ടും വെയിറ്റ് വെക്കാനും. പക്ഷെ നമ്മൾ ഇതിൽ വരുമ്പോ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റുട്ടീനിൽ നമ്മൾ റൈസ് ഒഴിവാക്കുന്നില്ലല്ലോ. റൈസ് നമുക്ക് കഴിക്കാം. റൈസ് ഓർ ചപ്പാത്തി ആ ഒരു രീതിക്കല്ലേ പോണത്. അപ്പൊ നമ്മൾക്ക് എന്നും വേണമെങ്കിൽ റൈസ് കഴിക്കുമ്പോ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചേ കഴിക്കില്ല. അപ്പൊ നമുക്ക് പിന്നെ ചോറ് കാണുമ്പോ വല്ലാണ്ടൊരു ക്രേവിങ്സ് തോന്നൂല. കാരണം ഡെയിലി നമ്മളത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിനോട് വല്ലാണ്ടൊരു അയ്യോ ചോറ് കിട്ടിയാൽ ഒരുപാട് കഴിക്കണം എന്നുള്ള തോന്നൽ വരില്ല. ഇതിൽ നമ്മൾ എല്ലാ ഫുഡും നമ്മൾ കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നട്ട്സ് ആയാലും എല്ലാതും നമ്മൾ കഴിക്കുന്നോണ്ട് പിന്നീട് കാണുമ്പോ അത് കഴിക്കാനുള്ള ആ ഒരു ക്രേവിങ്സ് നമുക്ക് മാറും. കാരണം ഈ ഒരു റുട്ടീനിൽ പോകുമ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുകയാണല്ലോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കില്ല. പൊതുവെ എല്ലാവർക്കും ഡയറ്റ് എന്ന് പറയുമ്പോ അയ്യോ ഞാൻ ഡയറ്റിലാണ് എന്നുള്ളൊരു ഇതാണ്. അതിൽ തന്നെ നമ്മൾക്ക് ഡൗൺ ആയി പോകും. പക്ഷെ ഇതിൽ അങ്ങനെ വരുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ പ്ലേറ്റ് കാണുമ്പോ നമ്മൾക്ക് ഇത്രയൊക്കെ കഴിക്കാല്ലേ. ഇതിലെവിടെ പലപ്പോഴും നമ്മള് ഇതിൽ ഫസ്റ്റ് ഒക്കെ ഇതിലത്തെ എന്താ പറയാ ഡയറ്റ് ചാർട്ട് ഇട്ട് കഴിയുമ്പോ ഈ ഡയറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇത്രയും സാധനങ്ങളൊക്കെ കഴിക്കാല്ലേ എന്നുള്ളൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരുപാട് വെയിറ്റ് കുറഞ്ഞ ആളാണ് ഇതിലോട്ട് വന്നത്. ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ആൾ തന്നെയാണ്. ഒരുപാട് വെയിറ്റ് കുറഞ്ഞ ആളുമാണ്. പക്ഷെ എന്റെ ഒരു ഗോളിലൊക്കെ എത്തണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ഇതിലോട്ട് ഈ ഒരു റുട്ടീനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. എത്ര വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് സെക്കൻഡ് മന്തിലേക്ക് എത്തുമ്പോ? എനിക്കിപ്പോ 2 മാസം കൊണ്ട് 11 kg. അത്ര വന്നിട്ട് അത് അറിയാതെ അങ്ങ് വന്നു പോണത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോ ഒന്നിനോട് മറ്റേ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോ നമ്മളെ കൂടുള്ളവർ വേറെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ദേഷ്യമോ വിഷമോ ഒക്കെ വരും. ഞാൻ ഡയറ്റിലാണല്ലോ, ഇവർ ഇതൊക്കെ കഴിച്ചാണല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഇതിൽ നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ ഒരു ടെൻഷൻ ആകെ കഴിക്കാതെ നമ്മൾ ഷുഗർ മാത്രമുള്ളൂ. പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക കാരണം കൊണ്ട് തന്നെ ഷുഗറിനോടുള്ള ഒരു ക്രേവിങ്സ് നമുക്ക് വരുന്നില്ല. ഞാൻ ഇതിൽ വന്നപ്പോ ഞാനും ഭയങ്കര ഇതായിരുന്നു ഇത് എങ്ങനെ പോകുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ടെൻഷൻ ഇല്ലാതെ പോകുന്ന ഒരു ഡയറ്റാണ്. അപ്പൊ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ദിവസമായിട്ട് എപ്പോഴും നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ പ്രാർത്ഥിക്കുകയും ചെയ്യണം ദിവസയ്ക്ക് വേണ്ടി. ഇതേപോലെ ഒരുപാട് പേര് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ളതിൽ. താങ്ക് യു. അതേപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹമീദ. ലെമൺ കേസസ് അസിഡിറ്റി, വാട്ട് ഈസ് യുവർ സജഷൻസ്? ഓക്കെ, അതർ ദാൻ ലെമൺ നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് അസിഡിറ്റിന്റെ കാരണമാവും. അപ്പം അതിന് ഡീടോക്സിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടുള്ളത് നമ്മുടെ ആഷ്ഗാർഡിന്റെ ജ്യൂസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് കഴിക്കാനാണ് ഒരു കപ്പ് എടുക്കുക. അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പിഞ്ച് സോൾട്ടും ഒരു പിഞ്ച് പെപ്പറും ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അരിക്കാതെ കുടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് ഡീടോക്സിങ് ഒന്നാമത്തേത്. പിന്നെ നിങ്ങൾക്ക് ABC ജ്യൂസ് കുടിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കുക്കുംബർ, മിന്റ് ഇതൊക്കെ ഇട്ടിട്ടുള്ള കോമ്പിനേഷനിൽ ജ്യൂസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ടോക്സിൻസ്, ഈ ഒരു ആഷ്ഗാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ആഷ്ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇളവൻ കുമ്പളം, പച്ച കളറുള്ളത്. ഓക്കെ, നമ്മുടെ അപ്പം ഇത് ശരിക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന ഈ ഫാറ്റ് ഡെപ്പോസിറ്റും ഒക്കെ ഉണ്ടാകുന്നത് ഒരു ടിഷ്യൂ പോലെ തുടച്ചങ്ങെടുത്ത് ക്ലീൻ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് അത് ശരിക്കും നല്ലൊരു റെമഡിയാണ് നമുക്ക് ഒരു ഡീടോക്സിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറെ എന്തേലും? താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് ഡീറ്റോക്സിങ്ങിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചപ്പോഴാണ് നമ്മുടെ സംഭാരം ഇല്ലേ, സംഭാരം മോര് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം കറിവേപ്പില, നാടൻ കറിവേപ്പിലാണെങ്കിൽ കുറച്ചധികം കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ അതിന്റെ കൂട്ടത്തില് എന്താ പറയാ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ കറിവേപ്പില വളരെ നല്ല ഒരു എന്താ പറയാ ഡീറ്റോക്സിങ്ങിനായാലും നമ്മുടെ ഹെയറിനായാലും ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെമഡിയാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്. കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ള എന്ന് വെച്ചാൽ വീക്കിൽ ഒരു 2-3 ദിവസം അത് ഇട്ടിട്ടുള്ള മോരും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? ഇത് നമ്മുടെ ബോഡിയിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ കുതിർന്നു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഡബിൾ ആയിട്ട് വരുമല്ലോ സൈസ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ നമുക്ക് കുറെ സമയത്തേക്ക് വിശപ്പ് തോന്നൂല ഒന്നാമത്തെ സമയം. പിന്നെ ഒരു കൂളിംഗ് ഏജന്റ് പോലെ ഇത് വർക്ക് ചെയ്യും. അത് വളരെ നല്ലൊരു ഒരു ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കി തരും. നമ്മുടെ സ്കിന്ന് തന്നെ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഡീറ്റോക്സിങ്ങിന് നല്ലതാണ്. അവരെന്തായിരുന്നു അതിന്റെ പേര്, സബ്ജ സീഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ജ്യൂസിലൊക്കെ ഇടുന്ന ബ്ലാക്ക് കളറുള്ള സാധനം ഇല്ലേ, അത് വളരെ നല്ലതാണ് ഈ ഡീറ്റോക്സിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഹമീദ ചോദിച്ചു. ഓക്കെ, ഡീറ്റെയിൽസ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോഴ്സിന്റെ ഫീസ് വരുന്നത് 4500 ആണ്. പക്ഷെങ്കിൽ ഇപ്പം ഇവിടെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യാണ് 2500 ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3000 ആണ് കോഴ്സിന്റെ ഫീ വരുന്നത്. ഓക്കെ, സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ എന്തായാലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ ഒരു ഫുഡിന് പകരം അല്ലെ എന്താ പറയാ ഷുഗറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷുഗർ യൂസ് ചെയ്യാണ്. അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? അതിപ്പം നമ്മൾ ഈ ജാഗരി ആയാലും എന്തായാലും അതിന്റെ അതേ വർക്കാണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ അത് ചെയ്യേണ്ടത് അല്ലെ. സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1-2 ദിവസം നമുക്കത് ഉപയോഗിച്ചിട്ട് പിന്നെ നിർത്താൻ പറ്റില്ല. പിന്നെ നമ്മളത് മറച്ചു വെക്കാൻ വേണ്ടി വേറൊരു സാധനമാണ് ഷുഗറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നത്. ഏറ്റവും നല്ലത് അത് ഷുഗറിന്റെ തന്നെ അളവ് കുറച്ചിട്ട് ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ അത് ഇല്ലാണ്ടാക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? ഓക്കെ, ഇപ്പം നിങ്ങൾ കേറിയ ലിങ്ക് തന്നെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വേറെന്താ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, അപ്പൊ എന്തൊക്കെയാണ്, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല അല്ലേ? അപ്പം ഇവിടെ നമ്മുടെ ഇത്ര നേരം എന്നെ കേട്ട് നിന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒക്കെ ലൈഫിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവട്ടെ, നല്ലൊരു ചേഞ്ച്, ഹെൽത്തി ആയിട്ടുള്ളൊരു മാസമാവട്ടെ വരുന്ന ന്യൂ ഇയർ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഇനി 2 മാസം അല്ലെ, നവംബറും ഡിസംബറും 2 മാസം കൊണ്ട് 3-ാമത്തെ മാസം ആകുമ്പോഴത്തെ പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയ ഒരാളായിരിക്കും പുറത്തേക്ക് വരുന്നത്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു പുതിയൊരു ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ ഒരു അടുത്ത സെഷൻ വെക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മളൊരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്, അത് സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാകട്ടെ ഞാൻ എല്ലാവരും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ. താങ്ക് യു. ഗുഡ് നൈറ്റ്, സ്ലീപ് വെൽ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു.